ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് PI നെറ്റ്വർക്ക് പോലെ തന്നെയുള്ള ഒരു എയർ ഡ്രോപ്പാണ്. മിറ നെറ്റ്വർക്ക് എന്നാണ്, അതായത് ലൂമിറ ടോക്കൺ ആണ് നമ്മൾ ഇതിൽ നിന്ന് മൈൻ ചെയ്തെടുക്കുന്നത്. ഇതിൽ അത്യാവശ്യം ആഡുകളും മറ്റു കാര്യങ്ങളും ഇവർ ലിങ്ക് ചെയ്തിട്ടുണ്ട്. PI നെറ്റ്വർക്ക് പോലെ തന്നെ 24 hours ആകുമ്പോഴും നമ്മൾ ഇതിൽ വന്ന് മൈൻ ചെയ്ത് ആൽ മതിയാകും. ഇപ്പോൾ ഏകദേശം 6 വർഷം മുമ്പ് PI നെറ്റ്വർക്ക് ഞാൻ ചെയ്തപ്പോൾ ഒരുപാട് പേര് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കമൻറ്റ് സെക്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് അതിലുണ്ടായിരുന്നു. ഇതൊക്കെ ഫേക്കാണ്, ഇതൊന്നും ജെന്വിൻ അല്ല, വെറുതെ നമ്മുടെ സമയം കളയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അത് പറഞ്ഞ ആളുകൾ തന്നെ ഇപ്പോൾ അത്യാവശ്യം ടോക്കൺസ് അവർക്ക് ലഭിച്ചു. അവർ ചില ആളുകളെല്ലാം മൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിന്യൂസ് ആയിട്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് നല്ല രീതിയിലുള്ള ടോക്കൺസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ 2 പേര് എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. എനിക്ക് കിട്ടിയ ടോക്കണേക്കാൾ കൂടുതൽ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ 2-2.5 വർഷത്തോളം അത് മൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ പഴയ ഫോണിലായത് കാരണം ഞാൻ മൈൻ ചെയ്തില്ലായിരുന്നു. വീണ്ടും ലാസ്റ്റ് ഇയറാണ് ഞാൻ മൈൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. ഒരാൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഏകദേശം 3.5 ലാക്സോളം അയാൾ വിറ്റു, ഓൾറെഡി സെൽ ഔട്ട് ചെയ്തു. വിറ്റിട്ട് 3.4 ലാക്സ് 3.5 ലാക്സ് അടുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. മറ്റൊരാൾക്ക് ഏകദേശം 10,000 അടുത്ത് ടോക്കൺസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് റെഫറൽസും പുള്ളി ഫ്രണ്ട്സിനൊക്കെ ആഡ് ചെയ്ത് അവരെ KYCയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്ക് ഏകദേശം 15,80,000 രൂപ വരെ ടോക്കൺസ് വിറ്റിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പുള്ളി പിന്നെയും അത് പർച്ചേസ് ചെയ്ത് എമൗണ്ട് കുറഞ്ഞ ടൈം ആയപ്പോൾ വീണ്ടും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് നമ്മളത് വീഡിയോ കണ്ടിട്ട് അന്ന് ലോഗിൻ ചെയ്ത് മൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടിന്യൂസ് ആയി. പക്ഷെ കൂടുതൽ ആളുകളും ആ ഒരു ആപ്ലിക്കേഷൻ കുറച്ച് നാൾ മൈൻ ചെയ്തിട്ട് വിട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം അത് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു ആപ്ലിക്കേഷനാണിത്. ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. പുതിയൊരു എയർ ഡ്രോപ്പ് ആയത് കാരണം പുതിയ ഇവൻറ്റ്സും മറ്റു കാര്യങ്ങളെല്ലാം ഇതിൽ വരുന്നതേ ഉള്ളൂ. ഇവിടെ ക്ലിക്ക് ആൻഡ് ഏൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാം കൂടുതലും റെഫറൽ ബോണസും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ വീഡിയോസ് വാച്ച് ചെയ്തിട്ട് നമ്മളുടെ മൈനിങ് സ്പീഡ് കൂട്ടാനുള്ള ഓപ്ഷനൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. ഇവിടെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോസ് വരും. കൂടുതലും ഇവർ ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ഗൂഗിൾ ആഡുകളെല്ലാം ഇതിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് അവർക്ക് ഓൾറെഡി വരുമാനം ലഭിക്കുന്നുണ്ട് ഇതുപോലെ. അതിനനുസരിച്ച് നമ്മുടെ മൈനിങ് സ്പീഡ് ഇതുപോലെ കൂടും. നമ്മൾ ഇത് വെയിറ്റ് ചെയ്യണം. റിവാർഡ് ഇൻ 43 seconds എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നമ്മൾ ഈ പേജ് ഓപ്പൺ ചെയ്ത് വെക്കണം. വേറെ ഏതെങ്കിലും ലിങ്കിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പേജിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ ടൈമർ സ്റ്റോപ്പ് ആവും. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഏറ്റവും മുകളിൽ റിവാർഡ് ഗ്രാൻഡഡ് എന്ന് പറഞ്ഞിട്ട്, അത് ക്ലോസ് ചെയ്ത് കളയുക. അപ്പോൾ നമുക്ക് ബോണസ് ലഭിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ ആളുകൾ റെഫർ ചെയ്യുന്നതനുസരിച്ച് ഇതുപോലെ മൈനിങ് പൂൾ 10 യൂസേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2.5 ലൂമിന ടോക്കൺസ് നമുക്ക് ലഭിക്കും. അതുപോലെ 25 യൂസേഴ്സിനെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 5 ലൂമിന ടോക്കൺസ് ലഭിക്കും. ഒരുപാട് ഇവൻറ്റ്സ് ഇതിൽ വരുന്നുണ്ട്. പുതിയ ഒരു ആപ്ലിക്കേഷൻ ആയത് കാരണം ഇത് നമ്മുടെ പ്ലേ സ്റ്റോറിലുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും പിൻ ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ഗെയിമിംഗ് സെക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതെല്ലാം കമ്മിങ് സൂൺ സെക്ഷനിലാണ് കിടക്കുന്നത്. ഓക്കെ, ഇതിൽ ലോഗിൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാൻ തന്ന ലിങ്കിൽ പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു പേജിലായിരിക്കും നിങ്ങൾക്ക് പോകുന്നത്. അതിൽ നിന്ന് ക്രിയേറ്റ് യുവർ അക്കൗണ്ട് കൊടുക്കുക. ഇവിടെ ഫുൾ നെയിം കൊടുക്കുക. ഫുൾ നെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് നമ്മളിപ്പോൾ പൈ നെറ്റ്വർക്ക് ചെയ്തപ്പോൾ ഇതിൽ കൊടുത്ത നെയിമും അതുപോലെ തന്നെ നമ്മൾ KYC കംപ്ലീറ്റ് ചെയ്യാൻ കൊടുത്ത നെയിമും വ്യത്യാസമുണ്ട്. അത് കാരണം KYC എല്ലാം റിജക്റ്റ് ആയിട്ടുണ്ട് ഒരുപാട് പേര്. അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യാം. നിങ്ങൾ KYCക്ക് കൊടുക്കുന്ന ആപ്ലിക്കേഷനിലെ പേരെന്താണ് അത് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായിരിക്കും കുറച്ചുകൂടി സേഫ്. അതുപോലെ തന്നെ ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക, ഒരു യൂസർ നെയിം കൊടുക്കുക. അതിനുശേഷം ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യുക. ദെൻ കൺട്രി സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക. അതുപോലെ തന്നെ ബർത്ത്ഡേയും കൊടുക്കുക. ദെൻ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ആക്സെപ്റ്റ്, അത് ഈ ഒരു ഓപ്ഷനും കൂടി കൊടുക്കുക. അല്ല, നെക്സ്റ്റ് പേജിൽ ആരാ റെഫർ ചെയ്തതെന്ന് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ഗ്രാഫിക് എംപയർ 003 എന്ന് കൊടുക്കുക. എൻ്റെ റെഫറൽ ID ആണ്. ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അത് കൊടുക്കാം. അത് തീർച്ചയായിട്ടും നിങ്ങൾ കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പോയിന്റ് ആദ്യം കിട്ടുന്ന അലൂമിന ടോക്കൺ നിങ്ങൾക്ക് ലഭിക്കില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു റെഫറിനെ നിങ്ങൾ ഇതിൽ മെൻഷൻ ചെയ്യണം. എന്നാൽ മാത്രമേ ആ ടോക്കൺ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുകൂടി ചെയ്തിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ദെൻ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ 1 LUM ടോക്കൺ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും. ബാക്കി ഓപ്ഷൻസ് എല്ലാം നിങ്ങൾ ജസ്റ്റ് ഒരു മൈനിങ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ടാവും. അതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് മൈനിങ് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പിറ്റേ ദിവസം ആ സമയമാകുമ്പോൾ ഇത് സ്റ്റോപ്പ് ആവും, വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. കൂടുതലും നിങ്ങൾ ഇതിൽ ആളുകളെ ഇൻവൈറ്റ് ചെയ്യുന്നതിലൂടെ ആയിരിക്കും, ഇനീഷ്യൽ സ്റ്റേജിൽ ന്യൂ മെമ്പേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്ന ഓപ്ഷനിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് ടോക്കൺസ് ലഭിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇൻവൈറ്റ് ചെയ്യാൻ ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ ഇതൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറൊന്നും അല്ല എന്ന് സാധാരണക്കാർക്കും ഇത് ചെയ്യാം. അവർ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ഈ ഒരു ലിങ്ക് നിങ്ങൾ ഇതുപോലെ കോപ്പി ചെയ്തെടുക്കുക. ഓക്കെ, കംപ്ലീറ്റ് ടെക്സ്റ്റ് അതിലുണ്ടാവും. ദെൻ ഈ ഒരു പേജ് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് കൂടി എടുക്കുക. ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇത് തന്നെ അപ്ലോഡ് ചെയ്താൽ മതിയാവും. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ടൊക്കെ ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം.
ഓക്കെ, സേവ് ചെയ്യുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഫേസ്ബുക്കിലേക്ക് വരിക. ഏറ്റവും മുകളിലുള്ള ഈ ഒരു നിങ്ങളുടെ പിക്ചറിൽ പ്രസ് ചെയ്യുമ്പോൾ ഗ്രൂപ്പ് സെക്ഷൻ വരും. ഗ്രൂപ്പിൽ വരിക. ഇതിൽ സെർച്ച് ചെയ്യുക ക്രിപ്റ്റോ ബേസ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പുകൾ. ക്രിപ്റ്റോ കറൻസി എന്ന് സെർച്ച് ചെയ്താൽ മതിയാവും, അല്ലെങ്കിൽ എയർ ഡ്രോപ്പ് എന്ന് സെർച്ച് ചെയ്താൽ മതിയാവും. അതിലെല്ലാം നിങ്ങളിത് പോസ്റ്റ് ചെയ്യണം. എന്നാൽ ഒരുപാട് റെഫറൻസ് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ എയർ ഡ്രോപ്പ് എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. എയർ ഡ്രോപ്പ് ബേസ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. 11K സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള മെമ്പേഴ്സുള്ള ഗ്രൂപ്പുകളാണ്. എന്നിട്ട് ചെയ്യേണ്ടത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത ആ ഒരു ഇമേജ് ഇവിടെ അപ്ലോഡ് ചെയ്യുക. പിന്നെ കോപ്പി ചെയ്ത ആ ടെക്സ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. കംപ്ലീറ്റ് ടെക്സ്റ്റ് ഇവിടെ വന്നിട്ടുണ്ടാവും ആ ടോക്കണെ കുറിച്ചുള്ള. എന്നിട്ട് പോസ്റ്റ് ചെയ്യുക. ഓക്കെ, ഈ ഗ്രൂപ്പിലെല്ലാം ഇപ്പോൾ ഞാൻ ഓൾറെഡി ജോയിൻഡ് ആണ്. നിങ്ങളപ്പോൾ ഓരോ പുതിയ ഗ്രൂപ്പിൽ ചെല്ലുമ്പോൾ ജോയിൻ ചെയ്യണം. എന്നാൽ മാത്രമേ പോസ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ കാണാം ആ ഒരു സ്ക്രീൻഷോട്ട് വന്നിട്ടുണ്ട്, അതുപോലെ ടെക്സ്റ്റും വന്നിട്ടുണ്ട്. ഇവിടെ ഈ വെബ്സൈറ്റിൽ ആരെങ്കിലും ക്ലിക്ക് ചെയ്തിട്ട് നമ്മളുടെ റെഫറൽ കോഡ് അടിച്ചു പോവുകയാണെങ്കിൽ അവർക്കും 1 ടോക്കൺ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്കും ആ റെഫറൽ ബോണസ് ലഭിക്കും. അപ്പം ഇങ്ങനെയാണ് ഇത് സ്ക്രീനിൽ ഓരോ ഗ്രൂപ്പുകൾ നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത്. അതുപോലെ നെക്സ്റ്റ് ഗ്രൂപ്പ് ഒന്നെടുക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ബെസ്റ്റ് എയർ ഡ്രോപ്പ് അലേർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് 77K മെമ്പേഴ്സ് ഓൾറെഡി ഇതിലുണ്ട്. ചില ഗ്രൂപ്പുകളൊക്കെ ചിലപ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അപ്രൂവ് ആയിരുന്നിരിക്കില്ല. അതിൻ്റെ അഡ്മിൻ അപ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ ഓപ്പൺ ഗ്രൂപ്പ് ആണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഇതുപോലെ പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള എയർ ഡ്രോപ്പ് ഗ്രൂപ്പുകൾ ടാർഗറ്റ് ചെയ്തിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ കൂടുതൽ റെഫറൻസ് നിങ്ങൾക്ക്, ഇതൊക്കെ ഓപ്പൺ ഗ്രൂപ്പാണ്, നിങ്ങൾക്ക് കാണാം ഇവിടെ. ഇതെല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അപ്രൂവ് ആയി വരുന്നത് കാണാൻ സാധിക്കും. വെബ്സൈറ്റ് ലിങ്കും മറ്റു കാര്യങ്ങളും എല്ലാം ഇവിടെ വരും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഓരോ ഗ്രൂപ്പുകൾ എടുത്തിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10-15 ഗ്രൂപ്പിൽ ഡെയിലി നിങ്ങൾ പോസ്റ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ കൂടുതൽ റെഫറൻസ് നിങ്ങൾക്ക് ഇതിൽ ആഡ് ആവും. അതിലൂടെ മൈനിങ് സ്പീഡും കൂടും. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഇതുപോലുള്ള ആപ്ലിക്കേഷൻ ഡെയിലി ഒരു 10 സെക്കൻഡ് യൂസ് ചെയ്താൽ നമുക്ക് മൈൻ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഫോൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഇതിൻ്റെ യൂസർ നെയിമും അല്ലെങ്കിൽ നിങ്ങളുടെ പേരൊക്കെ കൊടുക്കുമ്പോൾ കറക്റ്റ് പേര് തന്നെ കൊടുക്കുക. കാരണം ഇവിടെ KYC ഒക്കെ ഓപ്ഷൻ ഉണ്ട്, പക്ഷേ ഓപ്പൺ ആയിട്ടില്ല. വരും ദിവസങ്ങളിൽ അതൊക്കെ ഓപ്പൺ ആവും. കറൻ്റ്ലി അൺഅവൈലബിൾ ആണ്. KYC അവൈലബിൾ ആകുമ്പോൾ, KYC കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന പേരും KYCയുടെ ഡീറ്റെയിൽസും സെയിം ആയില്ലെങ്കിൽ ചിലപ്പോൾ റിജക്റ്റ് ആവും. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബോണസ് സെക്ഷനൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇടയ്ക്കിടയ്ക്ക് ഇത് എടുത്ത് നോക്കുമ്പോൾ ഇവിടെ പുതിയ പുതിയ വീഡിയോസ് ആഡുകൾ വരും. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 20% സ്റ്റാൻഡേർഡ് മൈനിങ് റേറ്റ് നമുക്ക് വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ അപ്ഡേഷൻ വരികയാണെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ റെഫറലിൻ്റെ ആ ഒരു യൂസർ ID തീർച്ചയായിട്ടും കൊടുക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ലൂം കോയിൻ, ഫസ്റ്റ് കോയിൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അതുകൂടി ശ്രദ്ധിക്കണം. അതിപ്പോൾ എനിക്ക് കാണിക്കാൻ പറ്റില്ല, സെക്കൻഡ് പേജിലാണ് ആ ഒരു ഓപ്ഷൻ വരുന്നത്. ഗ്രാഫിക് എംബർ 003 എന്നാണ് എൻ്റെ റെഫറൽ ID. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുക്കാം. അതും കൂടി നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ PIനെ കുറിച്ച്, അതിൻ്റെ പ്രൈസ് പ്രഡിക്ഷനും പിന്നെ അതിൽ വരുന്ന സ്കാമിനെ കുറിച്ചൊക്കെ ഓരോ വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് അത് അപ്ലോഡ് ചെയ്യും. അത് തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. ഒരുപാട് പേരെ ടോക്കൺസ് ഇതുപോലെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ KYC ഇനി കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ അവരെ കോൺടാക്ട് ചെയ്യുന്ന രീതിയും മറ്റു കാര്യങ്ങളും വരും ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. തീർച്ചയായിട്ടും KYC കംപ്ലീറ്റ് ചെയ്യാത്ത ആളുകൾ അതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സും എന്നെ വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.